കൊണ്ടുപോകണം. കൊച്ചിയിൽ റാപ്പർ വേടനെതിരെ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അല്ല, അങ്ങനെ വേറെ കേസൊന്നും എടുത്തതായിട്ടില്ല. നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്യും. റോഡിൽ കിടന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പരിക്കുപറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സംഭവം ഉണ്ടായല്ലോ, അതിന്റെ എന്തായി ആ കേസിന്റെ അന്വേഷണം? അല്ല, ആ കേസ് പ്രോപ്പർ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിച്ചത്, അവിടുത്തെ CCTV ക്യാമറകളെല്ലാം പരിശോധിച്ചു. റാപ്പർ വേടനെതിരെ ഗുരുതരമായ ആരോപണമാണ് വീണ്ടും ഉയരുന്നത്. പീഡന പരാതിയിൽ പോലീസ് FIR, തൃക്കാക്കര പോലീസ് FIR രേഖപ്പെടുത്തി. ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പും ആരോപണം ഉയർന്നിട്ടുണ്ട്. ബലാത്സംഗത്തിന് കേസെടുത്തു പോലീസ്. വേടനെതിരെ ബലാത്സംഗ കേസാണ് ചുമത്തപ്പെടുന്നത്. വീണ്ടും വിവാദത്തിലേക്ക് വരുന്നു റാപ്പർ വേടൻ എന്നതാണ് സാഹചര്യം. കേസെടുത്തത് തൃക്കാക്കര പോലീസാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് റാപ്പർ വേടനെതിരെ ഉയരുന്ന ആരോപണം. വീണ്ടും വിവാദത്തിൽപ്പെടുന്നു. യുവ ഡോക്ടറുടെ പരാതിയിലാണിപ്പോൾ തൃക്കാക്കര പോലീസിന്റെ നടപടി. FIR രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം, അതാണ് സാഹചര്യം. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച നിലപാടുകൾ കൂടി പറയുന്നുണ്ട്. യുവ ഡോക്ടറുടെ പരാതിയിലാണ് നടപടി ഉണ്ടാവുന്നത്. നേരത്തെയും റാപ്പർ വേടനെതിരെ ചില പരാതികൾ ഉയർന്നതാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ രവീന്ദ്രൻ, ഇക്കാര്യത്തിൽ പോലീസിന്റെ തുടർ നടപടി എന്താണ് ഉണ്ടാവുക? സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത് എന്താണ്? സജിത്ത് 376 IPC 376 അതുപോലെ തന്നെ 376 2N ഈ രണ്ട് വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ബലാത്സംഗ കേസ്, അതുപോലെ തുടർച്ചയായുള്ള ബലാത്സംഗം, റിപ്പീറ്റഡ് റേപ്പ് തുടങ്ങിയ ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇത് ഈ BNS വരുന്നതിന് മുൻപുള്ള കേസായതുകൊണ്ട് ആ സംഭവമായതുകൊണ്ടാണ് ആ IPCയിലേക്ക് പോയത്. അതേസമയം ഈ പരാതി, അതായത് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതായത് സാമ്പത്തിക ഇടപാടും നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. അതുപോലെ യുവതി ഈ പരാതി നൽകിയെന്ന സാഹചര്യത്തിൽ ചില ആളുകളെ സാക്ഷികളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെയും ഒക്കെ മൊഴികളെടുക്കും. ഇതിൽ കൂടുതൽ പരിശോധന ഉണ്ടാകും. അതിനുശേഷം മാത്രമേ വേടനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു ക്രൈമായി നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതേസമയം ഈ ബലാത്സംഗത്തിൽ യുവതിയുടെ പരാതി അനുസരിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. ഈ പരിചയത്തിന് ശേഷം ഈ പരിചയത്തിന്റെ പേരിൽ തന്നെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലെത്തിയ ശേഷം വേണം തന്നെ ബലാത്സംഗം ചെയ്യുകയെന്നും തുടർന്നാണ് തന്നെ വിവാഹം കഴിച്ചോളാം എന്നുള്ള വാഗ്ദാനം വേടൻ നൽകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി യുവതി വെളിപ്പെടുത്തിയിരുന്നത് ഇന്റൻഷനലി ബലാത്സംഗം ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയായിരുന്നു. അതായത് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ബലാത്സംഗം നടന്നതല്ല. ഇത് ബലാത്സംഗം ചെയ്ത ശേഷം അല്ലെങ്കിൽ റേപ്പ് സംഭവിച്ച ശേഷം അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിനു ശേഷം താൻ വിവാഹം കഴിച്ചോളാമെന്നുള്ള ഒരു വാഗ്ദാനം വേടൻ നൽകുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത് നിലനിൽക്കുന്ന ഒരു കേസ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അതേസമയം നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ഇളവ് കൂടി ഇതിനകത്ത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് റിലേഷൻഷിപ്പിലായ ശേഷം ഇരുവരും തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന്റെ പേരിലല്ല പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന, അതല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും മറ്റു യുവതികൾ മീറ്റു ആരോപണവുമായി രംഗത്ത് വന്നു. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ മറ്റു പെൺകുട്ടികൾ വേടന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ടു എന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് താൻ പരാതിയുമായി, അതായത് തന്നെ ഇങ്ങനെ പറ്റിക്കപ്പെടുകയാണോ എന്ന് മനസ്സിലാക്കി ഈ കേസിനകത്ത് ഒരു ക്ലോസ് കൂടിയുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ പറ്റിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ താൻ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് വ്യക്തമായ അതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ആഞ്ഞയിലേക്ക് മടങ്ങി വരാം. നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വാക്കുകൾ കൂടി വേഗത്തിലൊന്ന് കേൾക്കാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി ഇപ്പം അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതാണ് പുട്ട വിമലാദിത്യ, സിറ്റി പോലീസ് കമ്മീഷണറുടെ വാക്കുകൾ അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം കൂടി, നിലവിൽ തന്നെ പല വിവാദങ്ങളിൽപ്പെട്ടയാളാണ് റാപ്പർ വേടൻ.
റാപ്പർ വേടൻ ഇതിനകം തന്നെ ആ വനംവകുപ്പിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഓഫീസിലെത്തി ഒപ്പ് രേഖപ്പെടുത്തി പോവേണ്ട അവസ്ഥ കൂടിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച തുടർ നടപടികൾ അതെങ്ങനെയായിരിക്കും? അറസ്റ്റ് ഉണ്ടാകും? സജിത, ഇനി ഇതുമായി ബന്ധപ്പെട്ട വേടനെ ചോദ്യം ചെയ്യാൻ വിളിക്കണം. അതായത് യുവതി നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് പരാതി നൽകിയിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കുക. ഇനി വേടനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയെ, അതായത് വേടന്റെ പരിപാടികളുള്ള സാഹചര്യത്തിൽ കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ വെച്ച് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി പറയുന്നത്. തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വെച്ച് തന്നെ ഈ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്. അതുകൊണ്ടാണ് തൃക്കാക്കര പോലീസിന് പരാതി നൽകിയിരിക്കുന്നതെന്നും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് കുറച്ച് മുൻപ് നടന്നിരുന്ന ഒരു കേസായിരുന്നത് കൊണ്ടും അത് എന്തുകൊണ്ടാണ് പരാതിക്കാരി ഇപ്പോൾ മാത്രം രംഗത്ത് വന്നിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടി ചോദ്യം ചെയ്യുമ്പോൾ മാനസികമായി തന്നെ തളർത്തിയത്. അതായത് 2022 ജൂണിന് ശേഷം വേടൻ താനുമായി കോൺടാക്ട് ചെയ്തിരുന്നത്, 23 ജൂണിന് ശേഷം വേടൻ താനുമായി കോൺടാക്ട് ചെയ്തിരുന്നത് താൻ ടോക്സിക് ആണ്, അതല്ലെങ്കിൽ പൊസസീവ് ആണ്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വേടൻ തന്നെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ നേരത്തെ തന്നെ, അത്തരം ശ്രമങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അത് പെൺകുട്ടി പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ പരാതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത് ഇന്റൻഷനലി റേപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പെൺകുട്ടിയെ താനുമായുള്ള സൗഹൃദം ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത് തുടക്കമിട്ടതെന്നാണ് പരാതി. അങ്ങനെയാണ്, അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഫ്ളാറ്റിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ വെച്ച് അവരെ ബലാത്സംഗം ചെയ്തു, തുടർന്നാണ് വിവാഹ വാഗ്ദാനത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ നേരത്തെ ഇവർ തമ്മിൽ ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിലായതിനു ശേഷം ഈ ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയായിരുന്നില്ല എന്നാണ് പെൺകുട്ടി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ വേടന് നൽകിയിരിക്കുന്ന പണത്തിന്റെ 31,000 രൂപ പലതവണയായിട്ട് വേടന് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. GPay ഡീറ്റെയിൽസും അതുപോലെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം വേണം. ഈ അന്വേഷണത്തിന് ശേഷമായിരിക്കും വേടനെ പോലീസ് നൽകുക. അതേസമയം കോടനാട് ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് ഒപ്പുവെക്കുന്ന കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ നിരന്തരമായി എല്ലാ വ്യാഴാഴ്ചകളിലും പോകുന്ന പ്രൊസീജിയർ ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇതിൽ ഈ സജിത് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി ആദ്യം ഈ കേസ്, അതായത് വേടനിലേക്കുള്ള ആരോപണങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകുന്നത് ആദ്യം ഈ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുമ്പോഴാണ്. ചെറിയ അളവിലായിരുന്നെങ്കിലും കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നു, പിന്നീട് പുലിപ്പല്ലിലേക്ക് മാറുന്നു. അതിനുശേഷം നിരവധി ബീറ്റു ആരോപണങ്ങളുമായി നിരവധി ആളുകൾ രംഗത്തെത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വേടൻ നിരന്തരം വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലും വേടന്റെ കവിത പഠന വിഷയമായി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ചോദ്യചിഹ്നമാവുകയാണ്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും റാപ്പർ വേടനെതിരെ പുതിയ ആരോപണമുണ്ടാവുന്നു. കേസ് നടപടികളുമായി മുന്നോട്ടാണ്. പോലീസ് ചോദ്യം ചെയ്യും. തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവും. ഇടവേളയാണ്, മടങ്ങി വരാം.